കാഞ്ഞങ്ങാട് അരൈ എരുത്തുമുണ്ടിയ ദേവാലയം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന് പ്രൗഢമായ തുടക്കം. ഇതിന്റെ ഭാഗമായി ആദ്യ ദിനത്തിൽ നടന്ന കലവറ നിറയ്ക്കൽ ചടങ്ങിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. നവംബർ 30 മുതൽ ഡിസംബർ 5 വരെയുള്ള ദിവസങ്ങളിലാണ് അരൈ എരുത്തുമുണ്ടിയ ദേവാലയത്തിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം നടക്കുന്നത്. 6 നാളുകളിലായി നടക്കുന്ന മഹോത്സവത്തിന് സമാരംഭം കുറിച്ച് നടന്ന കലവറ നിറയ്ക്കൽ ചടങ്ങ് വിപുലവും പ്രൗഢഗംഭീരവുമായി. ദേവാലയം ലക്ഷ്യമാക്കി നാനാഭാഗങ്ങളിൽ നിന്നായി എത്തിയ കലവറ ഘോഷയാത്രകൾ മഹോത്സവത്തിന്റെ വരവിളിയും വിളംബരവുമായി മാറി. ഫലങ്ങളാലും പച്ചക്കറികളാലും ധാന്യങ്ങളാലും സമൃദ്ധമായ ഘോഷയാത്രകളിൽ സ്ത്രീ പുരുഷ ഭേദമന്യേയും പ്രായഭേദമന്യേയുമുള്ള നിരവധി ആളുകൾ പങ്കെടുത്തു. പുഷ്പാലങ്കൃതമായ കൊട്ടകളും വാദ്യമേളങ്ങളും മുത്തുക്കുടകളുമെല്ലാം ഘോഷയാത്രകളെ ആകർഷകമാക്കി. അഴകുളം ഭഗവതി ക്ഷേത്രം, പന്നിപ്പള്ളി പാർത്ഥസാരഥി ക്ഷേത്രം, നോഞ്ഞിയിൽ ഗണപതിയാർ ക്ഷേത്രം, അരൈ കോവിലകം ഭഗവതി ക്ഷേത്രം, മോനാച്ച ഭഗവതി ക്ഷേത്രം, ഉപ്പിലിക്കൈ മാടം വേട്ടക്കുരുമകൻ ക്ഷേത്രം, കാർത്തിക മുത്തപ്പൻ മഠപ്പുര, അള്ളോത്ത് കരിഞ്ചാമുണ്ടി ദേവസ്ഥാനം, നിലാങ്കര കുതിരക്കാളി ഭഗവതി ക്ഷേത്രം, ലക്ഷ്മിനഗർ ശ്രീ അറയിൽ ഭഗവതി ദേവസ്ഥാനം, മഞ്ഞൂട്ട് ദേവാലയം, മാതോത്ത് പുതിയ ഭഗവതി ദേവസ്ഥാനം, മാതോത്ത് മഹാവിഷ്ണു ക്ഷേത്രം, കവ്വാൽമാടം വേട്ടക്കുരുമകൻ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വിശ്വാസി സമൂഹം കലവറ ഘോഷയാത്രകൾ എരുത്തുമുണ്ടിയ ദേവാലയത്തിലെ മഹോത്സവ നഗരിയിൽ എത്തിച്ചേർന്നു. പ്രാർത്ഥനാപൂർവ്വം ദ്രവ്യങ്ങൾ സമർപ്പിച്ച ഇവർക്കും ഒപ്പം സന്നിധിയിൽ എത്തിച്ചേർന്ന മറ്റെല്ലാവർക്കുമായി വിഭവസമൃദ്ധമായ അന്നദാനവും ഒരുക്കിയിരുന്നു. വൈകുന്നേരം നടന്ന ആചാര്യ വരവേൽപ്പിലും അനേകം ഭക്തർ സംബന്ധിച്ചു. ഡിസംബർ 2 ചൊവ്വാഴ്ച രാവിലെ 9:48 മുതൽ 11:42 വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ദേവാലയത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തുന്നത്. തന്ത്രി മേക്കാട്ടില്ലത്ത് പത്മനാഭ പട്ടേരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഡിസംബർ 4, 5 തീയതികളിൽ രാവിലെ മുതൽ കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. എല്ലാ ദിവസവും വിവിധ ആധ്യാത്മിക കലാസാംസ്കാരിക പരിപാടികളോടെയാണ് സുസജ്ജമായ ആഘോഷ കമ്മിറ്റി ഈ ദേവാലയത്തിലെ മഹോത്സവം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.